എല്ലാവർക്കും ഗേറ്റ് എക്സാം എന്ന് പറയുന്നത് നമുക്ക് IITs അല്ലെങ്കിൽ NITസിലേക്ക് ഇന്ത്യയിലെ തന്നെ റെപ്യൂട്ടഡ് ഓർഗനൈസേഷൻസിൽ നിന്ന് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് നിങ്ങൾക്ക് MTech ആവശ്യമുണ്ടെങ്കിൽ അതുപോലെ തന്നെ MS ഏതൊക്കെ ഫോറിൻ യൂണിവേഴ്സിറ്റീസ് നമുക്ക് കിട്ടും, യൂണിവേഴ്സിറ്റീസ് ഏതൊക്കെയാണ്, അതൊക്കെ നമ്മൾ അറിയേണ്ട കാര്യം. മെക്കാനിക്കൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓൾ ഇന്ത്യ റാങ്ക് 500 മതി ആൻഡ് മാർക്സ് 78 വേണം. MNIT ജയ്പൂർ, MNIT ഭോപ്പാൽ, MNIT ഭുവനേശ്വർ, ഇത്രയുമാണ് നമുക്ക് NITസിൽ വരിക. ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ടെക്നിക്കൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഗേറ്റ് എക്സാമിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും ഗേറ്റ് എക്സാം എന്ന് പറയുന്നത് നമുക്ക് IITs അല്ലെങ്കിൽ NITസിലേക്ക് അഡ്മിഷൻ ഒരു എൻട്രൻസ് എക്സാം പോലെ ഒരു എക്സാം ആയിട്ട് മാത്രമേ അറിയാവുള്ളൂ. പക്ഷേ ദർ ആർ ന്യൂമറസ് ബെനിഫിറ്റ്സ് ഓഫ് ഗേറ്റ് എക്സാം. സോ അതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഐ വെൽക്കം യു ഓൾ ടു ദ സെഷൻ. നിങ്ങൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ദാറ്റ് യു വിൽ ഗെറ്റ് നോട്ടിഫൈഡ് അബൌട്ട് ന്യൂ അപ്ഡേറ്റ്സ്. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇതിനകത്തത്തെ കണ്ടന്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് നമ്മൾ പലപ്പോഴും BTech കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ BTech ഫൈനൽ ഇയർ ആകുമ്പോഴത്തേക്കോ പ്രീ ഫൈനൽ ഇയർ ആകുമ്പോഴേക്കും നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു ചോദ്യമാണ് വാട്ട് ആഫ്റ്റർ BTech, നമ്മൾ BTechന് ശേഷം എന്ത് ചെയ്യും എന്നുള്ള. അപ്പോൾ ഗേറ്റ് എക്സാം എല്ലാവരും കൺവെൻഷനിൽ എഴുതുന്ന പോലെ നമ്മളും എഴുതാറുണ്ട്. അപ്പോൾ ഗേറ്റ് എക്സാം എഴുതുന്നത് എന്തുകൊണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റ്സ് എന്താണ് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ, അല്ലെങ്കിൽ വാട്ട് ആഫ്റ്റർ BTech, എന്തൊക്കെയാണ് നമ്മുടെ ഓപ്പർച്യൂണിറ്റീസ് ആഫ്റ്റർ BTech എന്നുള്ളതാണ് ആദ്യം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അത് വളരെ പ്രിസൈസ് ആയിട്ട് പറയുന്നുള്ളൂ, ബിക്കോസ് നമ്മൾ അതിനെക്കുറിച്ച് ഒരുപാട് സെഷൻസ് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ സോൺലി അബൌട്ട് ഗേറ്റ് എക്സാം ആണ് ഉദ്ദേശിക്കുന്നത്. ദെൻ സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോ യുവർ എക്സാം, ആൻഡ് യു ഓൾ നോ ഐ എം ഡീലിംഗ് വിത്ത് ഗേറ്റ് എക്സാം. അതുകൊണ്ട് തന്നെ ഗേറ്റ് എക്സാമിനെ ഒന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് സെക്കൻഡ് പാർട്ട്. ആൻഡ് തേർഡ് വൺ, വൈ നോട്ട് ടു വറി അബൌട്ട് ഗേറ്റ് എക്സാം. ഗേറ്റ് എക്സാമിനെ കുറിച്ച് നമ്മൾ എന്തുകൊണ്ട് പേടിക്കേണ്ട, അല്ലെങ്കിൽ നമ്മൾ ഗേറ്റ് എക്സാം പേടിക്കുന്ന പോലെ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു എക്സാം ആണോ, അല്ലെങ്കിൽ ക്വാളിഫൈ ചെയ്തെടുക്കാൻ പാടായിട്ടുള്ളൊരു എക്സാം ആണോ, ക്വാളിഫൈ ചെയ്യാൻ എന്തെങ്കിലും ഈസി ടെക്നിക്സ് അല്ലെങ്കിൽ ടിപ്സ് ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ പിന്നെ ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ വാട്ട് ഗേറ്റ് ബ്രിങ്സ് ടു യു, അതാണ് ലാസ്റ്റ് വൺ. അതായത് ഇഫ് യു ആർ സക്സസ്ഫുള്ളി ക്വാളിഫൈങ് ഗേറ്റ് എക്സാം, നിങ്ങളുടെ മുന്നിലുള്ള ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ലാസ്റ്റായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കണ്ടന്റുകളായിരിക്കും നമ്മൾ ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. സോ വിൽ ബി ഗോ ടു ദ ഫസ്റ്റ് പാർട്ട്. ഓക്കെ, സോ ആഫ്റ്റർ BTech നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അല്ലേ. നമ്മുടെ ഫ്രണ്ടിൽ നമുക്ക് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൽ ജോലിക്ക് കയറാം, സെൻട്രൽ ഗവൺമെൻറ്റിൽ ജോലിക്ക് കയറാം, അതേപോലെ പ്രൈവറ്റ് സെക്ടറിൽ കയറാം, എന്തെങ്കിലും ആഡ് ഓൺ നമ്മുടെ അപ്സ്കില്ലിംഗ് കോഴ്സസ് ചെയ്തിട്ട് നമുക്ക് വേറെ ജോബിന് കയറാം, ലൈക്ക് ക്വാണ്ടിറ്റി സ്ക്യൂസ് കോഴ്സസ് ഒക്കെ, ക്വാണ്ടിറ്റി സർവിങ് കോഴ്സസ് ചെയ്യാം. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടെങ്കിലും നമുക്ക് ഗേറ്റ് എക്സാം എന്ന് പറയുന്നൊരു കോമൺ എക്സാം നമ്മളെല്ലാം എഴുതാറുണ്ട്. സോ ഈ ഗേറ്റ് എക്സാം കഴിഞ്ഞിട്ടുള്ള കരിയർ പ്രോസ്പെക്ടസ് ആഫ്റ്റർ ഗേറ്റ് എക്സാം, ഗേറ്റ് എക്സാം സക്സസ്ഫുള്ളി നമ്മൾ ക്വാളിഫൈ ചെയ്യുവാണെങ്കിൽ വാട്ട് ആർ ദി കരിയർ പ്രോസ്പെക്ടസ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം അതിൽ ഫസ്റ്റ് ഞാൻ പറയാൻ പോകുന്ന ജോബ് പ്രോസ്പെക്ടസ് ആണ്. അതായത് ഏതൊക്കെ ജോബ് നമുക്ക് അവൈലബിൾ ആണ് വൺസ് വി ആർ സക്സസ്ഫുള്ളി ക്വാളിഫൈങ് ദ ഗേറ്റ് എക്സാം. ഓക്കെ, രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ഹയർ സ്റ്റഡീസ്. ഹയർ സ്റ്റഡീസ് എല്ലാവർക്കും അറിയാം, നമുക്ക് ഇപ്പോൾ BTech കഴിഞ്ഞാണെങ്കിൽ MTech അല്ലെങ്കിൽ MTech പ്ലസ് PhD ഇൻ്റഗ്രേറ്റഡ് ചെയ്യാം. അതാണ് നമ്മൾ ഇവിടെ ഡീൽ ചെയ്യാം. ദെൻ മൂന്നാമത് നമുക്ക് പറയാം PSUs എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, അതായത് നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് ഓർഗനൈസേഷൻസിലേക്ക് ഗേറ്റ് എക്സാം ത്രൂ നമ്മൾ റിക്രൂട്ട്മെൻറ്റ് നടത്താറുണ്ട്. അപ്പോൾ അതാണ് PSUലേക്ക് ഒരു ഓപ്ഷൻ ഉണ്ട്. ദെൻ ഫോറിൻ യൂണിവേഴ്സിറ്റീസ് നമുക്ക് എന്തുവഴി ഗേറ്റ് വഴി അഡ്മിഷൻസ് നടത്താറുണ്ട്. ചില യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, ഫോറിൻ യൂണിവേഴ്സിറ്റീസ് വിച്ച് ആർ പ്രൊവൈഡിങ് അഡ്മിഷൻ ടു MS കോഴ്സസ് ത്രൂ വാട്ട് ഗേറ്റ് സ്കോർ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഒരു ഐഡിയ തരികയാണ്, ഏതൊക്കെയാണ് യൂണിവേഴ്സിറ്റീസ് എന്നതിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. സോ നമുക്ക് ഗേറ്റ് എക്സാം വഴിയുള്ള കരിയർ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് ആദ്യം നോക്കാം. കരിയർ ഓപ്പർച്യൂണിറ്റീസ് വിച്ച് ആർ ഓപ്പണിംഗ് ഇൻ ഫ്രണ്ട് ഓഫ് അസ്, നമ്മുടെ ഫ്രണ്ടിലുള്ള കരിയർ ഓപ്പർച്യൂണിറ്റീസ് ത്രൂ ഗേറ്റ് എക്സാം എന്ന് ആദ്യം നോക്കാം. അപ്പം ആദ്യമായിട്ട് നമുക്ക് ആ കരിയർ ഓപ്പർച്യൂണിറ്റീസിലേക്ക് കടക്കുന്നതിന് മുമ്പേ ഈ ഗേറ്റ് എക്സാം എന്ന് പറഞ്ഞാൽ നമ്മുടെ കരിയറിലേക്കുള്ളൊരു ഓപ്പൺ പാത്തായിട്ട് പറയാം. അതായത് നമുക്ക് ഡയറക്റ്റ്ലി ഒരു ജോബ് എന്നതിനേക്കാളും നല്ലത് നമ്മൾ ചിലപ്പോൾ ഹയർ സ്റ്റഡീസ് പോയിട്ടൊരു ജോബ് ആവാം, അതല്ലേ ഡയറക്റ്റ്ലി PSU ജോബ്സ് ആവാം, അതല്ലേ നമുക്ക് റിസർച്ച് പറ്റും. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് ഈ പറയുന്നത്. വൈ ഗേറ്റ് എന്തിനാണ് നമുക്ക് ആവശ്യം. ആദ്യത്തെന്ന് പറഞ്ഞാൽ MTech ഫ്രം IITs ഓർ NITs. ഓഫ് കോഴ്സ് ഹയർ സ്റ്റഡീസ് അല്ലെങ്കിൽ നമുക്ക് MTech വേണം എന്ന് ആഗ്രഹമുള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് IIT അല്ലെങ്കിൽ NIT പോലെയുള്ള ഇന്ത്യയിലെ തന്നെ റെപ്യൂട്ടഡ് ഓർഗനൈസേഷൻസിൽ നിന്ന് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് നിങ്ങൾക്ക് MTech ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗേറ്റ് സ്കോർ ഇറ്റ്സ് എ വാലിഡ് തിങ്. ദെൻ PhD, നിങ്ങൾ MTech കഴിഞ്ഞിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ PhDക്ക് അഡ്മിഷൻ കിട്ടാനും ഗേറ്റ് സ്കോർ ആവശ്യമാണ്. ദെൻ PSU ജോബ്, ആസ് ഐ ടോൾഡ്, മിനിരത്ന, നവരത്ന പറഞ്ഞിട്ട് നമുക്ക് പലതരം ONGC, ഗെയിൽ, ഒരുപാട് ഓർഗനൈസേഷൻസ് ഉണ്ട്.
അതിലെല്ലാം റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത് ഗേറ്റ് സ്കോർ വഴി തന്നെയാണ്. ദെൻ MS ഫ്രം ഫോറിൻ യൂണിവേഴ്സിറ്റീസ്. ആസ് ഐ ടോൾഡ്, നമുക്ക് MS ഫോറിൻ യൂണിവേഴ്സിറ്റീസിൽ നിന്ന് ചെയ്യാൻ പറ്റും. യൂണിവേഴ്സിറ്റീസ് ഒക്കെ തന്നെ നമ്മൾ മെൻഷൻ ചെയ്യുന്നുമുണ്ട് ഇന്നത്തെ സെഷനിൽ. ദെൻ നമുക്ക് ഗവൺമെൻറ് AE JE എക്സാംസ് എല്ലാ സ്റ്റേറ്റും നടത്താറുണ്ട്. എസ്പെഷ്യലി സിൻസ് വി ആർ മലയാളീസ്, വി ആർ കൺസേൺഡ് വിത്ത് കേരള PSC അല്ലേ. അപ്പോൾ കേരള PSC AE എക്സാം നടത്താറുണ്ട്. അതുപോലെ SSC ജൂനിയർ എഞ്ചിനീയർ എക്സാം നടത്താറുണ്ട്. RRB ജൂനിയർ എഞ്ചിനീയർ എക്സാം നടത്താറുണ്ട്. അപ്പം വൺസ് വി ആർ പ്രിപ്പയറിങ്, അല്ലെങ്കിൽ വൺസ് വി ആർ സ്റ്റാർട്ടിങ് എ ജേർണി, അല്ലെങ്കിൽ വൺസ് വി ആർ സ്റ്റാർട്ടിങ് എ ജേർണി ഓഫ് പ്രിപ്പറേഷൻ ഓഫ് ഗേറ്റ് എക്സാം, നമുക്ക് അത് സക്സസ്ഫുള്ളി നമ്മൾ ഫോളോ ചെയ്ത് ഗേറ്റ് എക്സാം ക്രാക്ക് ചെയ്യുവാണെങ്കിൽ പിന്നെ ഈ പറഞ്ഞ AE എക്സാം അല്ലെങ്കിൽ JE എക്സാം നമുക്ക് സുഖമായിട്ട് ക്രാക്ക് ചെയ്യാം. സോ യു ആർ ഗെറ്റിംഗ് എക്വിപ്ഡ്. അതായത് നമ്മൾ ഈ ഒരു AE JE എക്സാംസിന് ഫേസ് ചെയ്യാനും അത് ക്രാക്ക് ചെയ്യാനും യു ആർ ഗെറ്റിംഗ് എക്വിപ്ഡ് വൺസ് യു ആർ പ്രിപ്പയറിംഗ് ഫോർ ദിസ് ഗേറ്റ് എക്സാം. ഓക്കെ, ഇനി നമുക്ക് സിമിലർ ആയിട്ട്, അതായത് ഗേറ്റിൻ്റെ അതേപോലത്തെ സ്ട്രക്ചറും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പാറ്റേൺസും അതുപോലെ തന്നെ സിലബസും വരുന്ന, ക്വസ്റ്റ്യൻ പാറ്റേൺ എന്ന് പറയുന്നത് ഗേറ്റ് പോലെ അത്ര ഡിഫിക്കൽട്ടി ലെവൽ ഇല്ലെങ്കിലും നമുക്ക് സിലബസ് ഓൾമോസ്റ്റ് 90% സെയിം ആയിട്ട് വരുന്ന 2 എക്സാംസ് ആണ് ബാർക്കും ISRO എക്സാംസും. ബാർക്കും ISROയും സെപ്പറേറ്റ്ലി ആണ് എക്സാം നടത്താറുണ്ടെങ്കിലും ഗേറ്റിൻ്റെ പക്ക സിലബസ് അതുപോലെയാണ് അവർ നടത്താറ്. സോ വൺസ് നിങ്ങൾ ഒരു ഗേറ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ യു വിൽ ഗെറ്റ് ഓട്ടോമാറ്റിക്കലി എക്യുപ്ഡ് ഫോർ റൈറ്റിംഗ് ബാർക്ക് ആൻഡ് ISRO എക്സാം. ബാർക്കും ISRO എക്സാംസും എഴുതാനായിട്ട് നിങ്ങൾ എക്യുപ്ഡ് ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഗേറ്റ് എക്സാം ക്വാളിഫൈ ചെയ്താലുള്ള ഗുണങ്ങളെന്ന് പറയാം. ഓക്കെ, അപ്പം നമുക്കിനി ഇത് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് അറിയണം. IITs NITs കിട്ടും, പക്ഷേ ഏത് റാങ്ക് വരെ ഏത് ബ്രാഞ്ചിന് കിട്ടി അതറിയത്തില്ല. ഏതൊക്കെയാണ് IITs നല്ലത്, ഏതാണ് NITs നല്ലത്, അതുപോലെ തന്നെ PhD ചെയ്യണമെങ്കിൽ എന്താണ് ഓപ്ഷൻസ് ഉള്ളത്, PSU ജോബ്സ് ഏതൊക്കെ ഓപ്ഷൻസ് ആണ്, എത്ര റാങ്ക് വേണം നമുക്ക്, അത് ഭയങ്കര ഒരു ചോദ്യമാണ്. ബിക്കോസ് റാദർ ദാൻ മിയർലി ക്വാളിഫൈങ് ദ ഗേറ്റ് എക്സാം നിങ്ങൾക്ക് നല്ലൊരു സ്കോർ ഉണ്ടെങ്കിൽ മാത്രമേ PSU ജോബ് കിട്ടത്തുള്ളൂ. സോ വാട്ട് ഇസ് ദ സ്കോർ, സേഫ് സ്കോർ ഫോർ ഗെറ്റിംഗ് PSU ജോബ്, അതൊക്കെ വളരെ വലിയൊരു ചോദ്യമാണ്. പലർക്കും ക്ലാരിഫിക്കേഷൻ ഇല്ലാത്ത കാര്യങ്ങളുമാണ്. അതുപോലെ തന്നെ MS ഏതൊക്കെ ഫോറിൻ യൂണിവേഴ്സിറ്റീസ് നമുക്ക് കിട്ടും, യൂണിവേഴ്സിറ്റീസ് ഏതൊക്കെയാണ്, അതൊക്കെ നമ്മൾ അറിയേണ്ട കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയാൻ പോകുന്നത് PSU ജോബാണ്. അതായത് നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് ഓർഗനൈസേഷൻസിൽ നമുക്ക് ഏതൊക്കെ ഓർഗനൈസേഷൻസ് നമ്മുടെ ഗേറ്റ് വഴി റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നു, ആൻഡ് വാട്ട് ഇസ് ദ ആനുവൽ സാലറി, അല്ലെങ്കിൽ നമ്മുടെ പാക്കേജ് എത്രയാണ് എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അതിലാദ്യം പറയാനുള്ളത് സെയിലാണ്. ഓക്കെ, സെയിലിൽ നമുക്ക് അറൗണ്ട് CTC കിട്ടുക 10 lakhs ആണ്. അതുപോലെ തന്നെ രണ്ടാമത് ONGC ആണ്, അറൗണ്ട് 16 lakhs ആണ്. ദെൻ NTPC 18 lakhs ഉണ്ട്. ദെൻ BPCL 16 lakhs ആൻഡ് IOCL 16 lakhs. ഓക്കെ, അപ്പോൾ യു ക്യാൻ എസ്റ്റിമേറ്റ് അല്ലേ, നമ്മളൊരു പെർ ഇയർ ഉള്ള സാലറിയാണ് നമ്മൾ പറയുന്നത്. ദെൻ ഗെയിൽ ആണെങ്കിൽ 16 lakhs തന്നെയാണ്, HPCL 16 lakhs ആണ്, OIL 15 lakhs ആണ്, ദെൻ PGCIL 20 lakhs ആണ്, ആൻഡ് NLC നെയ്വേലി ലിഗ്നൈറ്റ് കോർപ്പറേഷൻ എസ്പെഷ്യലി മലയാളീസിനൊക്കെ കുറച്ച് അപ്രോച്ചബിൾ ആണ് അല്ലേ, 10 ലക്ഷമാണ് നമ്മുടെ സാലറി എന്ന് പറയും. ഓക്കെ, ഇനി നമുക്ക് നമ്മൾ ഓൾറെഡി പറഞ്ഞാണ് NLC എത്രയാണെന്ന് പറഞ്ഞു. ഇനി നമുക്ക് PSUവിൻ്റെ കട്ട് ഓഫ് എത്രയാണ് വരാം. അതായത് ഓരോ ബ്രാഞ്ചിനും ഓരോ PSUസിനും വേരി ചെയ്യുമെങ്കിലും ഓൺ ആവറേജ് നമുക്ക് ഓരോ ബ്രാഞ്ചിനും PSUസിന് എത്ര വരും കട്ട് ഓഫ് എന്നുള്ളത് നോക്കാം. ആദ്യം സിവിലാണ് പറയുന്നത്. സിവിലിന് നമ്മൾ PSU ഓൾ ഇന്ത്യ റാങ്ക് ഒരു 250 വരെ വന്നാലാണ് നമുക്ക് റിക്രൂട്ട്മെൻറ്റിന് നമ്മൾ അറ്റ്ലീസ്റ്റ് യു ക്യാൻ ഗെറ്റ് എ ജോബ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, സോ നമുക്ക് എന്താണ് സിവിലിന് ഓൾ ഇന്ത്യ റാങ്ക് ഒരു 250, അതായത് മാർക്ക് ഒരു അറൗണ്ട് 75 എങ്കിലും കിട്ടണം സിവിലുകാർ. ഇനി കമ്മിങ് ടു മെക്കാനിക്കൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓൾ ഇന്ത്യ റാങ്ക് 500 മതി ആൻഡ് മാർക്സ് 78 വേണം. ഓക്കെ, ദെൻ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എടുത്തു കഴിഞ്ഞാൽ ഓൾ ഇന്ത്യ റാങ്ക് 300 ആണ്, മാർക്സ് 80 ആണ്. ആൻഡ് EC ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ ഓൾ ഇന്ത്യ റാങ്ക് 200 മാർക്സ് 75 ആണ്. ആൻഡ് കമ്പ്യൂട്ടർ സയൻസ് എടുത്തു കഴിഞ്ഞാൽ ഓൾ ഇന്ത്യ റാങ്ക് 120 ആൻഡ് മാർക്സ് എന്ന് പറയുന്നത് 75 ആണ്. നിങ്ങളുടെ കാണാൻ സാധിക്കും 75 മാർക്കിൽ തന്നെ ഓരോ ബ്രാഞ്ചിൻ്റെ വ്യത്യാസം കണ്ടോ. സിവിൽ ആകുമ്പോൾ അത് 250 ആവുന്നു റാങ്ക്, EC ആകുമ്പോൾ 200 ആവുന്നു, കമ്പ്യൂട്ടർ സയൻസ് ആകുമ്പോൾ 120. ഡിപ്പെൻസ് അപ്പോൾ നമ്പർ ഓഫ് ആപ്ലിക്കൻസ് ഓൾസോ. ഓക്കെ, പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏകദേശം 70 മുകളിൽ മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ മാത്രം കിട്ടുന്ന ഒരു കാര്യമാണ് PSU ജോബ്. അതായത് 100ൽ 70 മാർക്കിന് മേലെ വേണം. സോ യു ക്യാൻ ഇമാജിൻ വാട്ട് സോർട്ട് ഓഫ് പ്രിപ്പറേഷൻ ഇസ് നീഡഡ് ഫോർ ഗെറ്റിംഗ് എ PSU ജോബ് അല്ലേ.
നമുക്ക് മിയർലി ക്വാളിഫൈ ചെയ്യാൻ ഒരു 30 മാർക്ക് മതിയെങ്കിൽ നമുക്ക് 40 മാർക്ക് കൂടെ എക്സ്ട്രാ കിട്ടിയാൽ മാത്രമാണ്, അല്ലെങ്കിൽ 40-42 മാർക്ക് എക്സ്ട്രാ കിട്ടിയാൽ മാത്രമാണ് PSU ജോബ് കിട്ടുന്നത്. അപ്പോൾ അതൊന്ന് ബിവെയർ ആക്കി വെക്കുക. ഇഫ് യു ആർ എയിമിങ് ഫോർ എ PSU ജോബ്, നമ്മുടെ പ്രിപ്പറേഷൻ നല്ല രീതിയിൽ സിൻസിയറായിട്ട് ബൂസ്റ്റപ്പ് ചെയ്ത് തന്നെ കൊണ്ടുപോകണം. ഇനി അടുത്തത് സ്റ്റേജസ് ഓഫ് റിക്രൂട്ട്മെൻ്റ് ആണ്. അതായത് PSU ഇപ്പോൾ നമുക്ക് ഇത്രയും മാർക്ക് കിട്ടി എന്ന് പറഞ്ഞ് ഡയറക്റ്റ്ലി കിട്ടാറില്ല. നമുക്കൊരു 70 മുതൽ 80% നമ്മുടെ മെറിറ്റ് എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ ഗേറ്റ് സ്കോർ തന്നെയാണ്. പിന്നെ നമുക്ക് ഇൻ്റർവ്യൂസ് ഉണ്ടാകും, ഗ്രൂപ്പ് ഡിസ്കഷൻ GDs ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ ചില കമ്പനീസ് എന്ന് പറഞ്ഞാൽ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് മാത്രം ഗേറ്റ് സ്കോർ എടുക്കുന്ന കമ്പനീസും ഉണ്ട്. അപ്പോൾ ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഓർഗനൈസേഷൻ, നമ്മുടെ ഓർഗനൈസേഷൻ്റെ നേച്ചർ ഓഫ് റിക്രൂട്ട്മെൻറ്റ്, അങ്ങനെ പല പ്രോസസ്സ് ഉണ്ട്. ബട്ട് ജനറലി നമുക്ക് ഇങ്ങനെ പറയാൻ സാധിക്കും, നമ്മുടെ റിക്രൂട്ട്മെൻറ്റ് ഫോർ PSUs ഇസ് ലൈക്ക് ദിസ്. ഓക്കെ, ഇനി ഹയർ സ്റ്റഡീസ് ത്രൂ ഗേറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഹയർ സ്റ്റഡീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് IIT-ലും NIT-ലും ഗേറ്റ് സ്കോർ വെച്ച് പഠിക്കാൻ സാധിക്കും. സോ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കുവാണെങ്കിൽ നമുക്ക് ആദ്യം IITs ആണുള്ളത്. IITs എല്ലാവർക്കും അറിയായിരിക്കും, എന്നാലും ഞാൻ ഒന്ന് പരിചയപ്പെടുത്താം. IISc ബാംഗ്ലൂർ ഉണ്ട്, IIT മദ്രാസ്, IIT ബോംബെ, then IIT Kharagpur, IIT Delhi, IIT Kanpur, IIT Roorkee, IIT Guwahati, IIT Hyderabad, IIT Indore, IIT ഇസ്മത് ധൻബാദിലുള്ളതാണ്. ദെൻ IIT റോപ്പാർ, IIT ഭുവനേശ്വർ, IIT പട്ന, IIT ധൻബാദ് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്, ഓൾറെഡി ഒന്നുകൂടെ വന്നതാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ IITs എന്ന് പറയുന്നത്. ഏകദേശം ഒരു റാങ്കിങ്ങിൻ്റെ ഓർഡറിൽ തന്നെ ഇടാൻ നോക്കിയിട്ടുണ്ട്. ദെൻ കമ്മിങ് ടു NITs, NIT തൃച്ചി, NIT വാറങ്കൽ, NIT സൂറത്കൽ, ദെൻ NIT കാലിക്കട്ട്, NIT അലഹബാദ്, MNIT ജയ്പൂർ, MNIT ഭോപ്പാൽ, MNIT ഭുവനേശ്വർ. ഇത്രയുമാണ് നമുക്ക് NITs വരിക. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ടോപ്പ് IIT-കളിൽ കിട്ടാനുള്ള ഓരോ ബ്രാഞ്ചിൻ്റെയും കട്ട് ഓഫ് ഓൾ ഇന്ത്യ റാങ്ക് എത്രയാണെന്ന് നോക്കാം. ഗേറ്റ് ഓക്കെ. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ ബിലോ 1500 വന്നാൽ മാത്രമാണ് നമുക്ക് IITs അഡ്മിഷൻ കിട്ടുക. ആൻഡ് സിവിൽ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ ബിലോ 1200, ഇലക്ട്രിക്കൽ ബിലോ 600, ഇലക്ട്രോണിക്സ് ബിലോ 600, കമ്പ്യൂട്ടർ സയൻസ് ബിലോ 700. സിവിൽ മെക്കാനിക്കലുമാണ് ഇച്ചിരി മയമുള്ളത്, ബാക്കി എല്ലാം 500 താഴെ റാങ്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് IITs അഡ്മിഷൻ കിട്ടുള്ളൂ. ദെൻ കമ്മിങ് ടു NITs-ലേക്ക് വരുവാണെങ്കിൽ നമുക്ക് മെക്കാനിക്കലിന് ബിലോ 3500 മതി, സിവിൽ എഞ്ചിനീയറിംഗിന് ബിലോ 3200 മതി, ഇലക്ട്രിക്കലിന് 1700, ഇലക്ട്രോണിക്സ് 1900 ആൻഡ് കമ്പ്യൂട്ടർ സയൻസ് ബിലോ 1100. ഇവിടെ നോക്കുക, മെക്കാനിക്കലും സിവിലും ഇരട്ടി റാങ്ക് ഉണ്ട്. ഇത് 1500 എന്നുള്ള 3000 ആയാലും യു വിൽ ഗെറ്റ് അഡ്മിഷൻ ടു NITs. ഓക്കെ, ഇനി ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് ചില എക്സാംസ് ഉണ്ട് വിച്ച് ആർ ഹാവിങ് സിലബസ് സിമിലർ ടു ഗേറ്റ് എക്സാം. അവർ രണ്ടുപേരാണ് ബാർക്കും ISR-ഉം. ഇവർ രണ്ടുപേരും സിലബസ് ഓൾമോസ്റ്റ് സിമിലർ ടു ഗേറ്റ് എക്സാം ആണ്. അതുകൊണ്ട് നിങ്ങൾ പഠിക്കുമ്പോഴത്തേക്ക് ഈ 2 എക്സാം ആ സമയത്തൊക്കെ വിളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പത്തിൽ അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി നമ്മുടെ ഫോറിൻ യൂണിവേഴ്സിറ്റീസ് ഏതൊക്കെയാണ് നമ്മുടെ റിക്രൂട്ട്മെൻറ്റ് ത്രൂ അല്ലെങ്കിൽ MS ഡിഗ്രി ത്രൂ ഗേറ്റ് എക്സാം എന്നുള്ളത് നോക്കാം. ആദ്യത്തെ NUS ടെക്നിക്കൽ NUS എന്ന് പറയും, ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി സിംഗപ്പൂരാണ്. സിംഗപ്പൂരുള്ള യൂണിവേഴ്സിറ്റി നമ്മുടെ ഗേറ്റ് സ്കോർ വഴിയാണ് അഡ്മിഷൻസ് കൊടുക്കുന്നത്. ദെൻ യു ക്യാൻ സി ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി ഓഫ് ബേർലിൻ ജർമ്മനി, നമുക്ക് നമ്മുടെ ഗേറ്റ് സ്കോർ വെച്ച് തന്നെ MS ഡിഗ്രി അഡ്മിഷൻസ് കൊടുക്കുന്നതാണ്. ഓക്കെ, ദെൻ NTU സിംഗപ്പൂരും നമുക്ക് ഇതുപോലെ തന്നെ ഫോറിൻ യൂണിവേഴ്സിറ്റിയാണ് വിച്ച് ഈസ് ഗിവിങ് അഡ്മിഷൻസ് ബേസ്ഡ് ഓൺ ഗേറ്റ് സ്കോർ. ഓക്കെ, ദെൻ RWTH HN യൂണിവേഴ്സിറ്റി ജർമ്മനി നമുക്ക് എന്താണ് നമ്മുടെ ഗേറ്റ് സ്കോർ വെച്ചിട്ട് തന്നെയാണ് ഒരു അഡ്മിഷൻ കൊടുക്കുന്ന ഫോറിൻ യൂണിവേഴ്സിറ്റിയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഫോറിൻ യൂണിവേഴ്സിറ്റീസ് ഉള്ളത്. ഇനി ഫോറിൻ യൂണിവേഴ്സിറ്റീസിൽ അഡ്മിഷൻ കിട്ടാൻ വാട്ട് ഈസ് ദ അപ്രോക്സിമേറ്റ് ഗേറ്റ് റാങ്ക്, ഓൾ ഇന്ത്യ റാങ്ക് എത്ര വേണ്ടത്? ഓക്കെ, അപ്പോൾ ആദ്യം നോക്കാം. നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് സിംഗപ്പൂർ NUS എന്ന് പറയുന്നത് സിംഗപ്പൂരാണ് കൺട്രി. അവിടെ നമുക്ക് വേൾഡ് റാങ്കിങ് 12th പൊസിഷനിലുള്ള യൂണിവേഴ്സിറ്റിയാണ്. ആൻഡ് അപ്രോക്സിമേറ്റ് ഗേറ്റ് റാങ്ക് 2500 താഴെ ഉണ്ടെങ്കിൽ യു ക്യാൻ ഗെറ്റ് അഡ്മിഷൻ ടു ദാറ്റ് പർട്ടിക്കുലർ ഇൻസ്റ്റിറ്റ്യൂഷൻ. ദെൻ യൂണിവേഴ്സിറ്റി, ദെൻ നയാങ് ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ NTU സിംഗപ്പൂർ തന്നെയാണ്. നമുക്ക് വേൾഡ് റാങ്കിങ് 13 ആണ്. ബിലോ 2200 ഓൾ ഇന്ത്യ റാങ്ക് ഉണ്ടെങ്കിൽ യു ക്യാൻ ഗെറ്റ് അഡ്മിഷൻ. ദെൻ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി ഓഫ് ജർമ്മനിയാണ് ലൊക്കേഷൻ. ഓൾ ഇന്ത്യ റാങ്കിങ് വേൾഡ് റാങ്കിങ് 60 ആണ്. ബിലോ 1300 റാങ്ക് വേണം. ദെൻ RWTH HN ജർമ്മനി തന്നെയുള്ളത് 145 ആണ് വേൾഡ് റാങ്കിങ് ഉള്ളത്. നമുക്ക് ബിലോ 1300 ആണ് നമ്മുടെ സ്കോർ വേണ്ടത്. റാങ്കിങ് നല്ല ഉള്ള 2 പേർക്കും 2500 ബിലോ വന്നു കഴിഞ്ഞാൽ യു ക്യാൻ ഗെറ്റ് അഡ്മിഷൻസ്. നിങ്ങൾ പുറത്ത് പോയൊക്കെ പഠിക്കാൻ MS ഡിഗ്രി എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഗേറ്റ് സ്കോർ വഴി നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻസ് ഉണ്ട് എന്ന് അറിഞ്ഞിരിക്കുക.
ഓക്കെ, ഇനി നമുക്ക് ഗേറ്റ് എക്സാം എപ്പോഴാണ് എങ്ങനെയാണ് നടക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഗേറ്റ് എക്സാം സാധാരണ നോട്ടിഫിക്കേഷൻ വരുന്ന ഒരു ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ മാസത്തിനിടയിലാണ്. നമുക്കിനി ഒരു 6 മാസം അല്ലെങ്കിൽ 7 മാസം കിട്ടും നമ്മുടെ കയ്യിൽ നോട്ടിഫിക്കേഷൻ വരാൻ തന്നെ. ദെൻ ഫോം ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഒക്ടോബറും അഡ്മിറ്റ് കാർഡ് വരുന്നത് ജനുവരിയിലുമാണ്. ഓക്കെ, ഇനി നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഫെബ്രുവരിയിലാണ് നമുക്ക് എക്സാം നടക്കുക. ഫെബ്രുവരി തന്നെ നമുക്ക് റെസ്പോൺസ് കീ കിട്ടും, ആൻസർ കീ കിട്ടും, ചലഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, ഫൈനൽ ആൻസർ കീയും കിട്ടും. ആൻഡ് മാർച്ച് ആകുമ്പോഴത്തേക്കും വിൽ ഗെറ്റ് ഗേറ്റ് റിസൾട്ട്സ് നമ്മുടെ കയ്യിൽ കിട്ടും. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ഗേറ്റിൻ്റെ ഒരു സീക്വൻസ് അല്ലെങ്കിൽ ഓർഡർ ഓഫ് കണ്ടക്ടിങ് എക്സാം ആൻഡ് പബ്ലിഷിംഗ് റിസൾട്ട് എന്ന് പറയും. ഓക്കെ, ഇനി ഗേറ്റ് എക്സാമിൻ്റെ ഘടനയിലേക്ക് വരാം. അബൌട്ട് ഗേറ്റ് എക്സാം നിങ്ങൾക്കറിയാം, ഒരു 100 മാർക്സിൻ്റെ എക്സാമാണ്. ആൻഡ് ടൈം ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 3 മണിക്കൂറാണ്. ഇതിനകത്ത് നമുക്ക് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നോക്കിക്കഴിഞ്ഞാൽ മൊത്തം 100 മാർക്കാണ്. ഈ 100 മാർക്കിൽ 30 ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യനും 35 ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2 മാർക്കിൻ്റെയാണ്. സോ ഇറ്റ് വിൽ ടേക്ക് അപ്പം ടോട്ടൽ ഓഫ് 100. 30 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യനും 35 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനുമാണ് ഉള്ളത്. ആൻഡ് ഈ ക്വസ്റ്റ്യൻ്റെ ഫോമാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MCQs, അതായത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്കറിയാം, ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, 4 ഓപ്ഷൻസ് ഉണ്ടാവും. ഫ്രം ദാറ്റ് യു ക്യാൻ സെലക്ട് 1 കറക്റ്റ് ആൻസർ. ദെൻ രണ്ടാമത്തെന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ സെലക്ട് ക്വസ്റ്റ്യൻ ആണ്. മൾട്ടിപ്പിൾ സെലക്ട് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് ആൻഡ് യു ആർ ഗിവൺ 4 ഓപ്ഷൻസ്. ഈ 4 ഓപ്ഷൻസിൽ ഒന്നിൽ കൂടുതൽ കറക്റ്റ് ആൻസേഴ്സ് ഉണ്ടായിരിക്കും. ദെൻ മൂന്നാമത്തെയാണ് ന്യൂമറിക്കൽ ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ. അതിനകത്ത് നമുക്കൊരു പ്രോബ്ലം ആയിരിക്കും, യു ഹാവ് ടു ടൈപ്പ് ദ ആൻസർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് വെർച്വൽ കീബോർഡ്. ഓക്കെ, അപ്പം നിങ്ങൾ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ഒരു മാർക്സിൻ്റെ വെയിറ്റേജ് എങ്കിലും വെൻ യു ആർ വ്യൂയിങ് ഇറ്റ് ആസ് എ പൈ ഡയഗ്രാം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ 72% ക്വസ്റ്റ്യൻസും ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നായിരിക്കും. ബാക്കി 15% ആപ്റ്റിറ്റ്യൂഡും 13% മാത്സും ആണുള്ളത്. അപ്പോൾ ഈ 15+13 ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം 28%, അതായത് നമ്മുടെ കട്ട് ഓഫിനടുത്തേക്ക് മാർക്ക് എത്തുന്നുണ്ട് വിത്തൗട്ട് ദിസ് ടെക്നിക്കൽ പാർട്ട്. ടെക്നിക്കൽ പാർട്ട് ഇല്ലാതെ തന്നെ ഒരു 25 മാർക്കൊക്കെ സുഖമായിട്ട് കിട്ടും. ബാക്കി ടെക്നിക്കൽ പാർട്ട് എടുത്താൽ തന്നെ നിങ്ങൾക്ക് 30+ കയറി ഗേറ്റ് എക്സാം ക്വാളിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ഗേറ്റ് എക്സാം ക്വാളിഫൈ ചെയ്യുന്നത് ഇറ്റ്സ് നോട്ട് എ ബിഗ് ഡീൽ എന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞത്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. അതായത് എത്ര ക്വസ്റ്റ്യൻസ് ഓരോ ബ്രാഞ്ചിലും ഓരോ ഷിഫ്റ്റിലും വന്നിട്ടുണ്ടെന്ന് നോക്കാം. ഷിഫ്റ്റ് 1 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സിവിലിന് MCQ 36, MSQ 1, NAT 28. നോക്കിയോ, NAT കൂടുതലാണ് 2021. 2022 35 ആ റേഞ്ചിൽ തന്നെ പോകുന്നുണ്ട്. പക്ഷേ MSQs നമുക്ക് 2022 കൂടി ആൻഡ് NAT 23. ഇവിടെയും MSQ 9 MSQ കൂടി വരുന്നതായിട്ട് കാണാം, മൾട്ടിപ്പിൾ സെലക്ട് ക്വസ്റ്റ്യൻസ്. സോ ബിവെയർ ഓഫ് ദാറ്റ് MCQs ആ റേഞ്ച് തന്നെ കീപ്പ് ചെയ്യുന്നുണ്ട്, 35-36. ദെൻ നിങ്ങൾക്ക് NAT എന്ന് പറയുന്ന 22-23 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, ഇതാണ് ഷിഫ്റ്റ് 1ൻ്റെ പ്രത്യേകത. ഷിഫ്റ്റ് 2 നോർമലി ആ ഒരു റേഞ്ചിൽ തന്നെ പോകുന്നുണ്ട്. ദെൻ 2000 മെക്കാനിക്കലിനും അതുപോലെ തന്നെ 30s പക്ഷേ മെക്കാനിക്കൽ നോക്കിക്കോ, ആദ്യം നമുക്ക് MSQ ഇല്ലായിരുന്നു 2021. 22 ആയപ്പോൾ 6 ആയി, 23 ആയപ്പോൾ അത് 8 വരെയായി. സോ MSQs കൂടുന്നുണ്ട്. മൾട്ടിപ്പിൾ സെലക്ട് ക്വസ്റ്റ്യൻ CSE എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് MSQ നല്ല ഒരു എമൗണ്ട്, അതായത് NATയും MSQയും ഏകദേശം അടുപ്പിച്ച് കിട്ടുന്നുണ്ട്. 30s തന്നെ ആയിരിക്കും മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വരിക. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു റേഞ്ച്. ECയും യു ക്യാൻ സി. അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ നമുക്ക് 2021 ഇലക്ട്രിക്കലും ഇലക്ട്രോണിക്സും മൾട്ടിപ്പിൾ സെലക്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നില്ല. 2022 എത്തിയപ്പോഴത്തേക്ക് ഇലക്ട്രോണിക്സുകാർക്ക് 14 കിട്ടി, ഇലക്ട്രിക്കലുകാർക്ക് അപ്പോഴും വന്നിട്ടില്ല. പിന്നെ 2023 എത്തിയപ്പം 4ഉം 8ഉം വീതം കിട്ടി. ക്വസ്റ്റ്യൻ ഇങ്ങനെ വേരി ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ നോർമലി ഇത്രയും ക്വസ്റ്റ്യൻസ് ഇത്ര മാർക്ക് എന്നേ പറയാൻ പറ്റൂ, അല്ലാതെ എത്ര മൾട്ടിപ്പിൾ ചോയ്സ്, എത്ര മൾട്ടിപ്പിൾ സെലക്ട്, എത്ര ന്യൂമറിക്കൽ ആൻസർ ടൈപ്പ് എന്ന് പറയാൻ ബുദ്ധിമുട്ടാണ്. ഓക്കെ, ഇനി നമുക്ക് എന്തുകൊണ്ടാണ് ഗേറ്റ് എക്സാം നിങ്ങൾ പേടിക്കേണ്ട എന്ന് പറഞ്ഞാൽ ആദ്യത്തെ കാര്യം ഞാൻ പറഞ്ഞു, മാത്സും ആപ്റ്റിറ്റ്യൂഡും അറിയാമെങ്കിൽ കുറച്ച് മാർക്സ് അങ്ങനെ തന്നെ ടെക്നിക്കൽ ഇല്ലാതെ കിട്ടും. ഇനി അടുത്ത ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രജിസ്റ്റർ ചെയ്ത നമ്പറും എത്ര പേര് അപ്പിയർ ചെയ്തു ക്വാളിഫൈ ചെയ്തു എന്നുള്ളത് നോക്കാം. ഓക്കെ, EC എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 80,365 പേര് രജിസ്റ്റർ ചെയ്തതിൽ വെറും 54,000 ആൾക്കാരെ നമുക്ക് അപ്പിയർ ചെയ്തുള്ളൂ. അതിലും വെറും 10,000 ആൾക്കാർ അടുപ്പിച്ച് ക്വാളിഫൈ ആയിട്ടുള്ളൂ. ക്വാളിഫയിങ് പെർസെൻറ്റേജ് കണ്ടോ, 18%. ക്വാളിഫയിങ് മാർക്ക് 25. അതുപോലെ തന്നെ കമ്മിങ് ടു ഇലക്ട്രിക്കൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ക്വാളിഫയിങ് പെർസെൻറ്റേജ് 18%, മാർക്ക് 30. ദെൻ CSE എടുത്തു കഴിഞ്ഞാൽ ക്വാളിഫയിങ് പെർസെൻറ്റേജ് 16%,
ക്വാളിഫൈങ് മാർക്ക് 25. ദെൻ സിവിൽ എടുത്തു കഴിഞ്ഞാൽ 17% 30.4 മാർക്ക്. മെക്കാനിക്കൽ 17% 28.1 കട്ട് ഓഫ്. നോക്കിക്കഴിഞ്ഞാൽ കട്ട് ഓഫ് വേരിയസ് ഫ്രം 25 to 30 അല്ലേ. 25-നും 30-ക്കും ഇടയ്ക്കാണ് എല്ലാ ബ്രാഞ്ചിൻ്റെയും കട്ട് ഓഫ് പോവുക. ഏറ്റവും കുറവെന്ന് പറയാനായിട്ട് നമുക്കിവിടെ ഇലക്ട്രോണിക്സ് ആണുള്ളത്. ബാക്കി ഇലക്ട്രോണിക്സും CSE ആണ്. ബാക്കിയെല്ലാം നമുക്ക് കട്ട് ഓഫ് ഇത്തിരി ഹയർ റേഞ്ചിൽ തന്നെ പോയിട്ടുണ്ട്. 30, 28 അങ്ങനെയൊക്കെ തന്നെ കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ക്വാളിഫൈങ് പെർസെൻറ്റേജ് നോക്കുവാണെങ്കിൽ ഏറ്റവും കുറവ് CSEയിലാണ് ഉണ്ടാവുക. ബാക്കിയെല്ലാം 16, 17, 18 ആ റേഞ്ചിൽ പോകും. ഓക്കെ, സോ ദിസ് ഇസ് എ പാസ് പെർസെൻറ്റേജ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗേറ്റ് എക്സാം നമ്മൾ ക്വാളിഫൈ ചെയ്യുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല എന്ന് നിങ്ങൾക്കൊന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് കൂടിയാണ്. സോ വാട്ട് എവർ ഇസ് യുവർ ഗോൾ, നിങ്ങളുടെ ഗോൾ എന്ന് പറയുന്നത് ഏതാ ഹയർ സ്റ്റഡീസ് ആവാം, അല്ലെങ്കിൽ ഫോറിൻ യൂണിവേഴ്സിറ്റി പഠിക്കുന്നതാവാം, അതല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഏതെങ്കിലും ജോബ് ആവാം അല്ലേ. അപ്പോൾ ഏതാണെങ്കിലും ജോബാണെങ്കിലും അതുപോലെ തന്നെ ഹയർ സ്റ്റഡീസ് ആണെങ്കിലും അതുപോലെ തന്നെ നമ്മൾ ഫോറിൻ യൂണിവേഴ്സിറ്റീസ് ആണെങ്കിലും എത്രയൊക്കെ റേഞ്ച് വന്നാൽ നമുക്ക് നല്ല സ്കോർ അല്ലെങ്കിൽ നമുക്ക് അഡ്മിഷൻ കിട്ടാൻ ഹോപ്പ് ഉണ്ട് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത്. സോ ഐ തിങ്ക് യു ഗോട്ട് ആൻ ഐഡിയ. അതുപോലെ തന്നെ ഗേറ്റ് എക്സാമിൻ്റെ ഒരു ചെറിയ രൂപരേഖ തന്നിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ടുള്ള നമ്മുടെ ഗേറ്റ് എക്സാമിൻ്റെ നമ്മുടെ എന്താ പറയുക ക്വസ്റ്റ്യൻ്റെ നേച്ചറും ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണവും ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ വെബിനാർ സെഷൻസിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ചെറിയൊരു ഐഡിയ മാത്രമാണ് തന്നത്. സോ ഇതുപോലെയുള്ള പുതിയ വീഡിയോസിനായി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ ഗേറ്റ് എക്സാം വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് നമ്മുടെ എൻട്രിയിൽ ഗോൾഡ് ബാച്ചസും നോർമൽ ബാച്ചസും അവൈലബിൾ ആണ്. സോ ഡീറ്റെയിൽസ് അറിയാനായിട്ട് താഴെ കാണുന്ന ഫോം ഫില്ല് ചെയ്യുക. താങ്ക് യു.